ഒരു ഗ്രാമത്തിൽ ദിശ എന്നു പേരുള്ള ഒരു പെൺകുട്ടി തന്റെ വൃദ്ധരായ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചിരുന്നു. ദിശയുടെ മാതാപിതാക്കൾ ഉന്തുവണ്ടിയിൽ ഭക്ഷണ സാധനങ്ങൾ വെച്ചു വിളമ്പുമായിരുന്നു. ദിശ 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ദിവസം മുഴുവൻ പുസ്തകത്തിൽ ആണ്ടുകിടക്കും. ഒരു ദിവസം ദിശയുടെ അമ്മ അനിത അവളോട് പറഞ്ഞു, നീ ദിവസം മുഴുവൻ പുസ്തകത്തിൽ തന്നെ ഇരിക്കുന്നല്ലോ, നിന്റെ അമ്മയെ കുറച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് സഹായിച്ചൂടെ? വിവാഹത്തിന് ശേഷം ഇതൊക്കെ നിനക്ക് ഉപയോഗപ്പെടും. എന്താ അമ്മേ നിങ്ങൾ ഈ പറയുന്നത്? വീട്ടുജോലിയെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല പാചകം ചെയ്യാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പാചകം ചെയ്തു കൊടുക്കുന്ന ഭക്ഷണം അച്ഛന് എത്ര ഇഷ്ടമാണെന്ന് അറിയോ? അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ദിവസം മുഴുവൻ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണിങ്ങനെ പഠിച്ചിട്ട് അതിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവസാനം കല്യാണവും കഴിച്ച് കണ്ടവന്റെ വീട്ടിലെ അടുപ്പ് ഊതണം. അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. ദിവസം മുഴുവൻ ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു കാര്യം ഉണ്ടാവും. പുസ്തകങ്ങളിലൂടെ ഞാൻ ഒരുപാട് കാര്യം പഠിക്കുന്നുണ്ട്. ജീവിതത്തിൽ പുതിയതായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. അവൾ പറയുന്നത് കേട്ട് ദിശയുടെ അമ്മ എന്തോ ഒന്ന് പറയാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ദിശയുടെ അച്ഛൻ വന്നത്. എന്റെ മകള് ദീക്ഷ പറഞ്ഞത് വളരെ ശരിയാണ്. അനിത, അവളെ ഒന്ന് പഠിപ്പിക്കേ. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ, എന്താ നമ്മള് നമ്മുടെ പെണ്ണിനെ ജോലിക്ക് അയക്കാൻ പോവാണോ? ഏറ്റവും അവസാനം അവളെ കല്യാണം കഴിപ്പിക്കാനല്ലേ? അങ്ങനെയൊന്നും ആലോചിക്കില്ല അനിത. ഒരു പക്ഷെ നമ്മുടെ മകൾ ശിക്ഷ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പ് വെച്ചിട്ട് അവൾക്ക് നല്ല ജീവിതം തന്നെ കിട്ടും. അവൾ അവളുടെ പുരുഷനെ വെച്ച് ആലോചിച്ച് ജീവിക്കണ്ട. അതുമാത്രമല്ലാതെ ഇന്നത്തെ കാലത്തിൽ പെണ്ണുങ്ങൾ എന്ന ചെക്കന്മാരെക്കാട്ട് കുറവാണോ? അവരും ആണുങ്ങളെക്കാട്ടും നന്നായിട്ട് അവര് വരുന്നുണ്ട്. അച്ഛാ, എന്റെ സ്കൂളിൽ നിന്ന് 2 ദിവസത്തേക്കായി കാട്ടിലേക്ക് ടൂറ് പോകുന്നുണ്ട്. ഞാനും പൊയ്ക്കോട്ടെ അച്ഛാ? പക്ഷെ മാം 500 രൂപ പൈസ ചോദിച്ചു. ഇത് നോക്കുമോളെ, ഞാൻ എപ്പോഴും നിന്നെ വേണമെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെ നിനക്ക് അറിയാലോ, ഇപ്പോഴൊക്കെ എന്റെ വരുമാനം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിന്റെ സ്കൂൾ ഫീസും വളരെ കുറവായിട്ടാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ടൂറിന് പോകാൻ വേണ്ടി സ്കൂളിലുള്ള എല്ലാവരും നിന്റെ അടുത്ത് പണം ചോദിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോൾ എന്റെ അടുത്ത് ഇപ്പോൾ പണം ഇല്ലല്ലോ മോളെ. രമൺ പറഞ്ഞത് കേട്ടതും ദിശയുടെ മുഖം ആകെ മാറി. തന്റെ മകളുടെ വാടിത്തളർന്ന മുഖം കണ്ട് രമൺ വിഷമത്തോടെ പറഞ്ഞു, പക്ഷെ നീ വിഷമിക്കണ്ട, ഞാൻ ആരടുത്തെങ്കിലും കടം ചോദിച്ചിട്ട് ഞാൻ അത് ശരിയാക്കി തന്നേക്കാം. രമൺ പറഞ്ഞത് കേട്ടതും ദിശ സന്തോഷത്തോടെ തുള്ളിച്ചാടി. നീ എന്താ മനുഷ്യ ഇത്? ഇവക്ക് വേണ്ടി ഇപ്പൊ കടം വാങ്ങാനും തുടങ്ങിയോ? ഒരു പ്രശ്നവുമില്ല. അവൾ പഠിച്ചതിന് ശേഷം അവൾ എന്തായാലും നമ്മളെ നന്നായിട്ട് നോക്കാൻ പറ്റുമല്ലോ, ശരിയല്ലേ? പക്ഷേ മറ്റന്നാള് നമ്മള് നമ്മുടെ വീടിന് വാടകയും കൊടുക്കണ്ടേ? പിറ്റേ ദിവസം രമൺ തന്റെ ഉന്തുവണ്ടിയും കൊണ്ട് ബസ് സ്റ്റാൻഡിന് സമീപം പോയി നിന്നു. പക്ഷേ രമന്റെ ചിന്ത മുഴുവനും ആരുടെ അടുത്ത് നിന്ന് പണം കടം വാങ്ങാമെന്നുള്ളതായിരുന്നു. അപ്പോഴാണ് ദൂരത്ത് നിന്ന് ഗ്രാമത്തലവൻ വരുന്നത് രമൺ ശ്രദ്ധിച്ചത്. ഗ്രാമത്തലവനും രമണിനെ നോക്കിയാണോ വന്നത്. നമസ്കാരം മുതലാളി. നമസ്കാരം 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 രമൺ. പിന്നെ നിങ്ങൾ സുഖമല്ലേ? നിങ്ങളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? മാർക്കറ്റിൽ ഇപ്പോൾ കൂട്ടൊക്കെ വളരെ കുറവാണ് മുതലാളി. ആദ്യമൊക്കെ എൻ്റെ ജോലി ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ തീർത്തുക്കും. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന പുലാവൊക്കെ വൈകുന്നേരം വരെ മീതി നിൽക്കുന്നുണ്ട്. രമൺ, ഇപ്പോഴൊക്കെ ചൈനീസ് ഫുഡല്ലേ വിൽക്കുന്നത്? ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തും ചൈനീസ് ഫുഡാണ് വിൽക്കുന്നത്. അതുകൊണ്ട് നീ വിൽക്കുന്ന ഈ പുലാവ് ആരാണ് വാങ്ങിക്കാൻ പോകുന്നത്? ഗ്രാമത്തെ ജനങ്ങളൊക്കെ ഇപ്പോൾ മുന്നമാരി അല്ലല്ലോ. ഗ്രാമത്തെ ജനങ്ങൾ ഇപ്പോൾ വല്ലാതെ മാറിയിട്ടുമുണ്ട്. മുതലാളി, ഞാൻ നിങ്ങളുടെ അടുത്തൊരു മുഖ്യമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പറയൂ, എന്താണ് സംസാരിക്കേണ്ടത്? എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കടനായിട്ട് കാശ് ആവശ്യമാണ്. നിനക്ക് എത്ര ആവശ്യം? എനിക്കൊരു 2000 റുപ്യ ആവശ്യമാണ് മുതലാളി. അത് എന്താണെന്ന് വെച്ചാൽ നാളെ കട വാടക 1500 കൊടുക്കണം. പിന്നെ 500 റുപ്യ എൻ്റെ പെണ്ണിന് സ്കൂൾ ടൂറിനും കൊടുക്കണം. ഷെടാ, ഇന്നും ദീക്ഷ കൊച്ചിൻ്റെ സ്കൂൾ ഫീസ് നീ കെട്ടിയിട്ടില്ലേ? അത് പിന്നെ ഞാൻ കുറച്ചായിട്ട് ഫീസ് കെട്ടിക്കഴിഞ്ഞു മുതലാളി. അത് എന്താണെന്ന് വെച്ചാൽ നാളെ സ്കൂളിൽ നിന്ന് കൊച്ചിനെ ടൂർ കൊണ്ടുപോവാണ്. അതായത് കുട്ടിയും വളരെ ആശപ്പെടുന്നുണ്ട്. ടൂറിന് പോകാൻ വേണ്ടി 500 റുപ്യ കാശും ചോദിക്കുന്നുണ്ട്. ചേട്ടാ, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രമൺ? നിന്റെ വ്യാപാരമാണ് മര്യാദയ്ക്ക് പോകുന്നില്ല പറയുന്നു. പിന്നെ നിന്റെ കടേന്റെ വാടക കെട്ടാൻ പറയുന്നു. ഈ നേരത്തിൽ കൊച്ചിന് ടൂർ അയക്കുന്നത് ആവശ്യമാണോ? എന്റെ മകൾക്ക് മരം ചെടി കൊടിയൊക്കെ വളരെ ഇഷ്ടമാണ് മുതലാളി. അത് മാത്രമല്ലാതെ അവൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ദിവസം മുഴുവൻ അവൾ പുസ്തകത്തോടെ തന്നെ ഇരിക്കും. ഒരു പക്ഷേ വൈകുന്നേരം അവൾക്ക് ഞാൻ കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ അവൾക്ക് വല്ലാതെ വിഷമമുണ്ടാവും മുതലാളി. രമൺ പറയുന്നത് കേട്ട് ഗ്രാമത്തലവൻ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് ഗ്രാമത്തലവന്റെ കൂട്ടുകാരൻ അഭിമന്യു അവിടേക്ക് വന്നത്. അഭിമന്യു വളരെ മോശക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും തലവനോട് കുശുമ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ രണ്ടുപേരുമുള്ള സംസാരം അഭിമന്യു ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു.
അഭിമന്യു ഗ്രാമത്തലവന്റെ ചെവിയിൽ പറഞ്ഞു. എന്താ ആലോചിക്കുന്ന മുതലാളി? 2000 റുപ്യ കാര്യല്ലേ, കൊടുത്തേക്ക്. കാരണം രമന്റെ ഈ തള്ളുകൊണ്ട് ഈ 10,000 റുപ്യെങ്കിലും പോകും. ഇപ്പോഴൊക്കെ രമന്റെ കച്ചവടം മര്യാദയ്ക്ക് പോകുന്നില്ല. അവനെ കൊണ്ട് പണമൊക്കെ തീർച്ചയായിട്ടും തരാൻ പറ്റില്ല. അതിന് പകരം നിങ്ങൾക്ക് അവന്റെ കട എടുക്കാമല്ലോ. മൊത്തമായിട്ട് നിങ്ങൾക്ക് 8,000 റുപ്യ കിട്ടും. അഭിമന്യു പറഞ്ഞത് ഗ്രാമത്തലവന്റെ തലയിലേക്ക് കയറി. ശരി, നീ ആ പണം എപ്പോഴാണ് എനിക്ക് തിരിച്ചു തരിക? മുതലാളി, നിങ്ങൾ എനിക്ക് ഒരു 2 മാസം സമയം തരാൻ പറ്റുമോ? ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം ഇതുപോലെ കടം വാങ്ങിയിട്ടുണ്ട്. ഞാൻ വേഗം തിരിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പൊക്കെ സമയം വേറെയല്ലേ രമൻ? പിന്നെ ഇപ്പോഴുള്ള സമയമൊക്കെ വേറെയല്ലേ രമൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുതലാളി. ഇവിടെ നോക്ക് രമൻ, ഇപ്പോൾ എല്ലാവരുടെ കച്ചവടം വളരെ കുറവായിട്ടാണ് ഉള്ളത്. എന്റെ വ്യാപാരം വളരെ കുറവായിട്ടാ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് കാശ് വേഗമായിട്ട് വേണം. പിന്നെ വേറൊരു കാര്യം, പിന്നെ നീ എന്റെ അടുത്ത് അടമാനം വെക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം തരണം. ഗ്രാമത്തലവന്റെ വാക്ക് കേട്ടതും രമൺ സ്തംഭിച്ചുപോയി. ഗ്രാമത്തലവൻ ഉള്ളിന്റെ ഉള്ളിൽ വളരെ നല്ല മനുഷ്യനാണെന്ന് രമണിന് അറിയാമായിരുന്നു. രമണിന് മനസ്സിലായി ഗ്രാമത്തലവന്റെ ചെവിയിൽ 2 മിനിറ്റ് മുൻപ് അഭിമന്യുവാണ് എന്തോ പറഞ്ഞതെന്ന്. രമണിന് തീർച്ചയായിരുന്നു ആ ഗ്രാമത്തിൽ ഗ്രാമത്തലവനല്ലാതെ വേറെ ആർക്കും 2000 രൂപ പണം കടം കൊടുക്കാൻ ഉണ്ടാവില്ല എന്ന്. എന്റെ അടുത്ത് എന്താ ഉള്ളത് മുതലാളി? എനിക്ക് അടമാനം വെക്കണമെങ്കിൽ ആ വാടക വീട് മാത്രമേ ഉള്ളൂ. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എന്റെ മേലെ വിശ്വാസം ഇല്ലേ? വിശ്വാസം വെച്ചിട്ട് എന്ത് ചെയ്യാനാ റമൻ? നിന്റെ വണ്ടി വെച്ചിട്ട് തരികയാണ്, ഞാൻ കാശ് തന്നേക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് എനിക്ക് കാശ് തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിന്റെ ഈ വണ്ടി കട എടുത്തു കൊണ്ടുപോയേക്കും. പിന്നെ നീ എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, മനസ്സിലായോ? രമൺ ഒരുപാട് ആലോചിച്ച ശേഷം എന്താണ് പറഞ്ഞതെന്നോ? ശരി മുതലാളി, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഗ്രാമത്തലവൻ ചിരിച്ചുകൊണ്ട് ആ സ്ഥലത്തു നിന്നും പോയി. ആ വൈകുന്നേരം രമൺ 500 രൂപ ദിശയ്ക്ക് കൊടുത്തു. ദിശ ഒരുപാട് സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഭാര്യ അനിതയോട് രമൺ പറഞ്ഞു. നിങ്ങൾ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ അഭിമന്യു വളരെ മോശപ്പെട്ടവനാണെന്ന്? ഗ്രാമത്തലവൻ നല്ല മനുഷ്യനാണ്, കരുണയുള്ളവനാണ്. തീർച്ചയായും ആ അഭിമന്യു എന്തോ ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. അല്ലാതെ ഗ്രാമത്തലവൻ നിങ്ങളുടെ വണ്ടി വെച്ച് എന്ത് ചെയ്യാനാ? അവര് തീർച്ചയായും നമ്മുടെ വണ്ടി അഭിമന്യുവിനാ കൊടുക്കുക. ഈ ഉന്തുവണ്ടി ഇല്ലാതെ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം തീർച്ചയായിട്ടും നടക്കും. എങ്ങനെ ആയാലും നാളെ നമ്മൾ വീട്ടു വാടക നമ്മൾ കൊടുക്കണ്ടേ? അതുകൊണ്ട് തീർച്ചയായിട്ടും മുതലെടുത്ത് 1500 റുപ്യ കടനം വാങ്ങിച്ചു. പിറ്റേ ദിവസം ദിശ വനത്തിലേക്ക് ടൂറ് പോയി. ആ വനത്തിനുള്ളിലെ മരങ്ങൾ അതിശയത്തോടെ അവൾ നോക്കി നിന്നു. പെട്ടെന്നാണ് അവിടെ ഒരു വൃദ്ധയായ സ്ത്രീയെ അവൾ കണ്ടത്. ആ വൃദ്ധയായ സ്ത്രീ വാഴയിലയിൽ എന്തോ ഒന്ന് പാചകം ചെയ്യുകയായിരുന്നു. ആ വാഴയിലയിൽ നിന്ന് എന്തോ അത്ഭുതകരമായ മണം വന്നു. ദിശയ്ക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ ആ വൃദ്ധയുടെ സമീപത്തേക്ക് പോയി. അമ്മേ, ഇതെന്താണ്? ഇത് വാഴയിലയിൽ ചെയ്യുന്ന ഒരു ബിരിയാണിയാ മോളെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, തീർച്ചയായും ചെയ്യാലോ. ഈ റെസിപ്പി എനിക്ക് നന്നായിട്ടറിയാം. ദിശ ആ വൃദ്ധയായ സ്ത്രീയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. നിങ്ങളുടെ മുഖം കണ്ടാലേ എനിക്ക് മനസ്സിലാകും നിങ്ങൾ ഈ വനത്തിനുള്ളിൽ ജീവിക്കുന്ന ആളല്ല. അതുപോലെ ഈ റെസിപ്പിയും ഈ നാട്ടിൽ പുതിയതാ. നീ ശരിക്കും വളരെ ബുദ്ധിശാലിയാ മോളെ. അതൊക്കെ പോട്ടെ, നിനക്ക് എങ്ങനെയാ ഇതൊക്കെ മനസ്സിലായത്? ഞാൻ ദിവസം മുഴുവനും ഇരുന്ന് പഠിക്കും. എനിക്ക് പുതിയതായി എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമാ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളെ. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പേര്? ദിശ. ദിശ, ദിശ, നീ ശരിക്കും ഒരു കാര്യം കണ്ടുപിടിച്ചു. ഞാൻ എന്റെ ബാല്യകാലത്ത് തന്നെ ഒരു പകുതി മുക്കാൽ ലോകവും കണ്ടു. എന്റെ കുടുംബത്തിലെ ബാക്കി എല്ലാവരും എന്നെ വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. ആ ദിവസത്തിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ ലോകത്തെ പറ്റി ഒരു ചിന്തയില്ലാഞ്ഞത്. പിന്നെ ഞാൻ കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തരുമോ? വേറെ ആരെങ്കിലും ഇത് ചോദിച്ചതെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ നീ ശരിക്കും ഒരു ബുദ്ധിശാലിയാ. നിന്റെ കണ്ണിൽ കാണുന്ന ആ വെളിച്ചം പറയുന്നു നിനക്ക് ഉയരത്തിലേക്ക് എത്താൻ വളരെയധികം ആഗ്രഹം ഉണ്ടെന്ന്. ശരിക്കും ഞാൻ നിന്നോട് ഇതിന്റെ റെസിപ്പി പറഞ്ഞു തരാം.
ആ വൃദ്ധ ദിശയ്ക്ക് ഇതിന്റെ റെസിപ്പി മുഴുവൻ പറഞ്ഞു കൊടുത്തു. ടൂർ കഴിഞ്ഞ് ദിശ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നാളുകൾ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. രമണിന്റെ ജോലി പൂർണ്ണമായും നിലച്ചു. മാത്രമല്ല, ഗ്രാമത്തലവൻ അഭിമന്യുവിന്റെ വാക്ക് കേട്ട് രമണിൽ നിന്നും ആ വണ്ടി എടുത്തുകൊണ്ടുപോയി. രമണിന്റെ കച്ചവടം മുഴുവനായും നിന്നു. മാത്രമല്ല, വീട്ടുവാടക കെട്ടേണ്ട ബാധ്യതയും കൂടി വന്നു. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, നിങ്ങളത് കേൾക്കാനേ നിന്നില്ല. മോൾ ഇത്രയും കൂടുതൽ പഠിക്കേണ്ട എന്ത് കാര്യ ഉള്ളത്? ഇപ്പൊ പറ, ഇത്രയും അവളെ പഠിപ്പിച്ചതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? അവളുടെ സ്കൂളിൽ നമ്മൾ എത്ര പണം ചെലവാക്കി? ആ പണം നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് അതൊരു ഉപകാരമായിരുന്നേനെ. ഷടാ, ഇതില് ദീക്ഷയുടെ അടുത്ത് ഒരു തെറ്റുമില്ലല്ലോ അനിത. അപ്പോഴാണ് അവിടെ ദിശ വന്ന് പറഞ്ഞത്, അച്ഛാ, എന്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്. എന്തു പ്ലാനാ മോളെ? കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഞാൻ കാട്ടിലേക്ക് ടൂറ് പോയില്ലേ? അവിടെ ഒരു വൃദ്ധയായ അമ്മ എനിക്ക് ബിരിയാണി ചെയ്യുന്നതിന്റെ റെസിപ്പി പറഞ്ഞു തന്നിരുന്നു. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാ, അതേ ബിരിയാണി നമ്മൾ ഈ ഗ്രാമത്തിൽ പാചകം ചെയ്ത് വിറ്റാൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടുമല്ലോ. നീ എന്തൊക്കെ സംസാരാ ഇത്? നീ എന്താ പറയാൻ വന്നത്? നിന്റെ അച്ഛൻ പുലാവൊക്കെയല്ലേ ചെയ്തോണ്ടിരുന്നത്? അനിത, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ദീക്ഷ പറഞ്ഞത് ശരിയാണ്. മുതലാളിയും അതാണ് പറഞ്ഞത്. ഇപ്പോഴൊക്കെ നാട്ടിൽ പുതിയ വികയായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മളും ഇതുപോലെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ നമ്മളും കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ എന്താ പ്രശ്നമെന്നാ, നമ്മുടെ മോള് പറയുന്നത് കേട്ടാലും നിങ്ങൾ ആ ബിരിയാണി എവിടെ കൊണ്ടുപോയിട്ടാ വിൽക്കുക? വണ്ടിയാണെങ്കിൽ അഭിമന്യു എടുത്തു പോയില്ലേ? നിങ്ങൾ അതേപറ്റി ഓർത്ത് വിഷമിക്കേണ്ട അമ്മേ. നമ്മുടെ വീടിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഞാൻ ടീച്ചറോട് ഡിസ്കസ് ചെയ്തിരുന്നു. ടീച്ചറുടെ ഒരു കട ഗ്രാമത്തിലുണ്ട്. ടീച്ചർ എന്നോട് പറഞ്ഞു, അച്ഛനോട് എപ്പോ പണം കിട്ടുന്നോ അതുവരേക്കും ആ കടയിൽ നമുക്ക് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞു. ദിശ പറഞ്ഞത് കേട്ട് രമണിന് സന്തോഷമായി. ദിശ പിറ്റേ ദിവസം രമണിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അച്ഛന്റെ കൂടെ വാഴയിലകൾ പറിച്ചുകൊണ്ടുവന്ന് ആ കടയിൽ വെച്ചു. രമണും അനിതയും മുൻപേ തന്നെ ആ കട മുഴുവൻ വൃത്തിയാക്കി വച്ചിരുന്നു. ദിശ ആ വാഴയിലയിൽ ബസുമതി അരിയും ബാക്കി എല്ലാ സാധനങ്ങളും നിറച്ചു വെച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വാഴയിലയിൽ ഉണ്ടാക്കിയ ബിരിയാണി റെഡിയായി. അതിൽ നിന്നും വളരെയധികം രുചികരമായ ഒരു മണം പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ വഴിയിലൂടെ പോകുന്ന ആർക്കും സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഒരാൾ അങ്ങോട്ട് വന്ന് എന്തു പറഞ്ഞെന്നോ? ഷടാ, നിങ്ങളുടെ കടയിൽ നല്ല രുചിയുള്ള മണം വരുന്നുണ്ടല്ലോ. ഇതേതെങ്കിലും പുതിയ ഹോട്ടലാണോ? രമൺ എന്തെങ്കിലും പറയുന്നതിനു മുൻപ് ദിശ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ശരിയായ കാര്യമാണ് പറഞ്ഞത്. ഇത് ഞങ്ങളുടെ പുതിയ ഹോട്ടലാണ്. വാഴയിലയിൽ ഉണ്ടാക്കിയ ബിരിയാണി ഇവിടെ കിട്ടും. ആ മനുഷ്യൻ ഉടനെ തന്നെ പോയി ഒരു മേശയ്ക്ക് സമീപം ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കും കഴിക്കാൻ ഒരു പ്ലേറ്റ് തരൂ. ചൂടാറാത്ത ബിരിയാണി ദിശ ഉടനെ തന്നെ അവർക്ക് കൊണ്ടുപോയി വിളമ്പി. ആ മനുഷ്യൻ കുറച്ചു സമയത്തിനുള്ളിൽ 5-6 പ്ലേറ്റ് ബിരിയാണി അകത്താക്കി. വളരെ നന്നായിട്ടുണ്ട്. എത്രയായി? 2000 രൂപ. ആ മനുഷ്യനും വളരെ സന്തോഷത്തോടെ 2000 രൂപ ദിശയ്ക്ക് കൈമാറി. ആ മനുഷ്യൻ ഒരു നഗരവാസിയാണ്. മാത്രമല്ല ഒരു ഫേമസ് യൂട്യൂബറും. ചേട്ടാ, ഇതുപോലുള്ള ഭക്ഷണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതുപോലുള്ള ഭക്ഷണം തീർച്ചയായിട്ടും നാട്ടിൽ എവിടെയും കിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. പിന്നെ നിങ്ങൾ ഈ വാഴയില ബിരിയാണി പറ്റി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടോട്ടെ. ഓ, ഇട്ടോളൂ. അത് ഞങ്ങളുടെ ഹോട്ടലിന് വളരെയധികം സഹായമാവും. ആ മനുഷ്യൻ വാഴയിലയിൽ ബിരിയാണിയുമായി നിൽക്കുന്ന ദിശയുടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്നും പോയി. രമൺ ആ 2000 രൂപ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. ഇത്രയും പണം 10 ദിവസം പണിയെടുത്താലും രമണിന് കിട്ടില്ല. ഇത് കണ്ടില്ല അനിത, നമ്മളുടെ മകൾ പഠിച്ചതുകൊണ്ട് നമ്മൾ എത്ര ഉപയോഗമുണ്ടെന്ന്. അവൾ ഇതിന്റെ മുകളിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ നമ്മളെ നന്നായിട്ട് നോക്കുന്ന തോന്നുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചതാലോചിച്ച് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പതുക്കെ കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ദിശയുടെ ആ ഫോട്ടോ ഇന്ത്യ മുഴുവൻ വൈറലായി. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ദിശയുടെ വാഴയില ബിരിയാണി കഴിക്കാനായി വന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം രമൺ ആ കട ടീച്ചറിൽ നിന്നും വില കൊടുത്തു വാങ്ങി. ഇപ്പോൾ രമൺ വളരെ മനോഹരമായ ഒരു വീടും കെട്ടി. ഇപ്പോൾ ആ ഗ്രാമം ദിശയുടെ ഗ്രാമം എന്ന പേരിലാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. പക്ഷേ ഈ കാര്യം അഭിമന്യുവിന് ഒട്ടും രസിച്ചില്ല. അവൻ ഗ്രാമത്തലവനോട് പറഞ്ഞു, മുതലാളി, ഇത് നിങ്ങൾക്ക് വളരെ ഇൻസൾട്ടാണ്. നിങ്ങളുടെ ഗ്രാമം നിങ്ങളെ കൊണ്ട് ഫേമസ് ആവാതെ ആ ദീക്ഷനെ കൊണ്ടാണ് ഫേമസ് ആവുന്നത്. ഗ്രാമത്തലവൻ അഭിമന്യുവിനോട് എന്തോ പറയാൻ വന്നു. അപ്പോഴാണ് ഗ്രാമത്തലവന്റെ ഭാര്യ ദേഷ്യത്തോടെ അങ്ങോട്ട് വന്ന് പറഞ്ഞത്, ഇനി എങ്ങാനും നീ ഈ വീട്ടിലേക്ക് വന്നാലുണ്ടല്ലോ. നീ എന്താ സംസാരിക്കുന്നത്? അഭിമന്യു എന്റെ സുഹൃത്തല്ലേ?
ഇവൻ നിങ്ങളുടെ കൂട്ടുകാരനല്ല, നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ ആ ദിശയ്ക്ക് ഒരു സമ്മാനമാണ് കൊടുക്കേണ്ടത്. അവളെ കൊണ്ട് നമ്മുടെ ഗ്രാമം ലോക പ്രശസ്തമായി, അറിയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവൾ എന്തൊരു പ്രോത്സാഹനമാണ്. ഈ അഭിമന്യു ആണെങ്കിലോ എപ്പോ നോക്കിയാലും നമ്മുടെ ഗ്രാമത്തിലെ ആളുകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ടുവരും, അറിയില്ലേ? ഇവനെ കൊണ്ട് നിങ്ങളുടെ പേര് മോശമായി പോവുകയുള്ളൂ. എന്താ അത് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഗ്രാമത്തലവന് ഭാര്യ പറഞ്ഞത് മനസ്സിലായി. അവർ അഭിമന്യുവിന്റെ കഴുത്തു പിടിച്ച് പുറത്താക്കി. അന്നു വൈകുന്നേരം ഗ്രാമത്തലവനും പത്നിയും കൂടി രമണിന്റെ കടയിലേക്ക് ബിരിയാണി കഴിക്കാനായി പോയി. എന്നോട് ക്ഷമിക്കൂ രമൻ, ഞാൻ നിന്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അഭിമന്യന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ നിന്റെ കടയെ ഞാൻ എടുത്തു കൊണ്ടുപോയി. എന്നോട് ക്ഷമിക്കണം. അതൊന്നും പ്രശ്നമല്ല മുതലാളി, ഇതൊക്കെ ഈശ്വരന്റെ ലീലയാണ്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത്ര വലിയ ആളായിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ എത്ര വലിയ ആളായാലും ശരി മുതലാളി, എപ്പോഴും ഞാൻ നിങ്ങൾക്ക് മര്യാദയെ തരുള്ളൂ. കാരണം നിങ്ങളല്ലേ ഈ ഗ്രാമത്തിന്റെ മുതലാളി. ദിശയുടെ വാഴയില ബിരിയാണി കഴിക്കാനായി ഇന്നും വളരെയധികം ജനങ്ങൾ കടയിലേക്ക് വരുന്നു. വാൻഗ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. നമൻ അവിടെ തന്റെ പാവപ്പെട്ട കുടുംബത്തോടൊപ്പം ജീവിച്ചു വന്നു. നമന്റെ അമ്മ സുകന്യ ഒരു വലിയ രോഗത്തോടൊപ്പം ജീവിച്ചു വന്നു. അതിനെക്കുറിച്ച് ആലോചിച്ച് നമൻ എപ്പോഴും വിഷമിക്കുമായിരുന്നു. അമ്മയുടെ രോഗം കാരണം നമന് തന്റെ പഠിത്തം പോലും അവസാനിപ്പിക്കാനായില്ല. അമ്മേ, ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ കുറച്ച് നഗരത്തിൽ പോയി ജോലിക്ക് തപ്പിയാലോ? അതുവരെ നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ ഉണ്ടാവണേ. ഒരു പക്ഷേ അച്ഛൻ എനിക്ക് അവിടെ കിട്ടിയാലോ? മോനെ, നിന്റെ അച്ഛൻ കാണാതായിട്ട് ഏകദേശം 25 വർഷമായി മോനെ. നീയും എത്ര തവണ നഗരത്തിലേക്ക് ചെന്ന് തിരക്കിയിട്ട് വന്നു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യവും അറിഞ്ഞില്ല. ഇനി നമ്മൾ വിശ്വസിക്കുന്നത് വളരെ തെറ്റാണ് മോനെ. അമ്മേ, എനിക്ക് മുഴുവൻ വിശ്വാസമുണ്ട്. ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ഞാൻ അച്ഛനെ കണ്ടുപിടിച്ചു തരും. എന്റെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നെ കൊണ്ട് തനിച്ച് ഇവിടെ താമസിക്കാനാകില്ല. ഞാനും നിന്നോടൊപ്പം തന്നെ വന്നേക്കാം. എന്ത് നടന്നാലും നമുക്ക് ഒന്നിച്ചു നോക്കാം മോനെ. അമ്മയും മകനും രണ്ടുപേരും തങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പുറപ്പെട്ടു പോയി. കുറച്ചു ദൂരം നടന്നു പോയതിനു ശേഷം രമൺ നോക്കി. അവന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു പോയിരിക്കുന്നു. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു മോനെ. എവിടെയെങ്കിലും ചെന്ന് അല്പം വെള്ളം വാങ്ങിച്ചോണ്ട് വരൂ, ഇല്ലെങ്കിൽ ഞാൻ മയങ്ങി താഴേക്ക് വീണു പോകും. നിങ്ങൾ അടുത്തുള്ള ഈ തോട്ടത്തിലെ ഇരുന്നോളൂ അമ്മേ, ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം. വേഗം തന്നെ വന്നേക്കാം. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. മോനെ, ഇത്രയും സമയം എന്നോട് സംസാരിച്ചതിന് പകരം ഇതിനകം നീ ചെന്ന് വെള്ളം കൊണ്ടുവരായിരുന്നു മോനെ. പോ മോനെ, ചെന്ന് കൊണ്ടുവാ. നമൻ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് വെള്ളത്തിനായി പോയി. പക്ഷെ അവൻ ചെന്ന വശത്തെല്ലാം വെറും കാലിയായ റോഡും ആളില്ലാത്ത സ്ഥലവുമായിരുന്നു. പിന്നെ അവൻ അതേ റോട്ടിൽ ഒരു വീടുള്ളത് കണ്ടു. അത് ശരിക്കും മലയുടെ നടുകിലായിരുന്നു. ആ വീട് കണ്ടതും തന്നെ രമന്റെ മനസ്സിൽ ഒരു സന്തോഷം ഏർപ്പെട്ടു. ആ സ്ഥലത്ത് ഒരു വീട് കാണുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോയേക്കണം. വെള്ളം കിട്ടിയാൽ മതി. നമൻ ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ആ വീടിന്റെ കതക് തട്ടി. വീട്ടിലാരാണ്? വീട്ടിലാരെങ്കിലും ഉണ്ടോ? വീട്ടിലാരെങ്കിലും ഉണ്ടോ? എന്റെ അമ്മയ്ക്ക് വല്ലാതെ വെള്ളം ദാഹിക്കുന്നുണ്ട്. ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. ദയവായിട്ട് ഒന്ന് കതവ് തുറക്കുമോ? എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഇരുമോനെ, ഞാൻ വരികയാണ്. ആ വയസ്സായ ആള് വന്ന് കതക് തുറന്നു. പിന്നെ കലത്തിൽ നിന്നും വെള്ളമെടുത്തു. ഗ്ലാസ്സിൽ ആ വെള്ളമെടുത്ത് അവന്റെ കയ്യിൽ നൽകിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, ശരി ശരി, വേഗം തന്നെ പോയേക്ക്. ഞാൻ അവർക്ക് വേണ്ടി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവർക്ക് പോയി കൊടുത്തേക്ക്. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഞാൻ ജാമുനും കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് കുറച്ച് ജാമുനും കൊടുത്തിട്ട് വെള്ളം കുടിപ്പിച്ചേക്ക്. അവർ പെട്ടെന്ന് തന്നെ ശരിയാവും. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഇതെന്റെ കയ്യിൽ തന്നേക്ക്. ഞാൻ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് പോയി കൊടുത്തേക്കാം. നമൻ അദ്ദേഹം നൽകിയതെല്ലാം വാങ്ങിയിട്ട് തന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. വെള്ളം, 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 വേഗം കൊണ്ടുവാ മോനെ. അമ്മേ, നിങ്ങളൊന്നും വിഷമിക്കണ്ട. ഇതാമേ വെള്ളം, നിങ്ങളിത് കുടിച്ചോളൂ. അതിനു മുമ്പ് ഈ ജാമുൻ കഴിച്ചോളൂ. ആ ജാമുൻ കഴിച്ചതും നമന്റെ അമ്മ ആരോഗ്യമുള്ളവരായി മാറി. ഇത് കണ്ടതും നമന് വിശ്വസിക്കാനായില്ല. അമ്മേ, നിങ്ങൾ മുഴുവനായിട്ട് മാറിയല്ലോ. ഇതൊക്കെ എന്താണ്? ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ ഇത്ര ആരോഗ്യമായിട്ട് കണ്ടില്ലല്ലോ. എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല മോനെ. അതൊക്കെ ശരി, ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? നിനക്ക് ഈ ജാമുൻ എവിടെന്നാ കിട്ടിയേ? പിന്നെ ഈ ജാമുന്റെ സ്വാദ് മുൻപേ കഴിച്ചിട്ടുള്ളത് പോലെയുണ്ട്. അതിനകം അവിടേക്ക് ശങ്കർ വന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് നമന്റെ അമ്മ സുകന്യ ആകെ അതിശയിച്ചു പോയി. നിങ്ങൾ ഇവിടെ? നമൻ, 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 ഇദ്ദേഹമാണ് നിങ്ങളുടെ അച്ഛൻ. ഇദ്ദേഹത്തെ തേടിയാണ് നമ്മൾ നഗരത്തിലേക്ക് പോകുന്നത്. അച്ഛാ,
നിങ്ങൾ എന്തിനാ ഞങ്ങളെ വിട്ടിട്ട് പോയത്? ഞാൻ നിനക്ക് എല്ലാ സത്യങ്ങളും ഇപ്പൊ പറയാം മോനെ. ആ നേരത്തെ ഗ്രാമത്തിൽ വെള്ളപ്പൊക്കം വന്നിരുന്നു. അടുത്തുള്ള ഡാം പൊട്ടിയത് കൊണ്ട് ഗ്രാമത്തിലുള്ള എല്ലാ സ്ഥലത്തും വെള്ളം വന്നു. എടോ ശങ്കർ, വേഗം തന്നെ നിന്റെ കുടുംബമൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ പുറത്തെ നാട്ടിലേക്ക് പോയേക്ക്. ഡാം പൊട്ടിയത് കാരണം കൊണ്ട് നമ്മൾ ഗ്രാമത്തിൽ ഫുള്ളും വെള്ളപ്പൊക്കമാണ്. വേഗം തന്നെ മൊത്തം ഗ്രാമവും മുഴുങ്ങിപ്പോവും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ചേട്ടാ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തേക്കാം. ആ സമയം ശങ്കർ അതുപോലെ തന്നെ ചെയ്തു. തന്റെ മകൻ നമൻ പിന്നെ തന്റെ ഭാര്യ സുകന്യയെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് അയച്ചു. നിങ്ങൾ വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് വരണ്ട. ഞാൻ വേഗം തന്നെ ഇപ്പൊ തന്നെ തിരിച്ചു വന്നേക്കാം. ദയവായി നിങ്ങൾ വേഗം വരണേ. ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നതാണ്. നീ നമ്മുടെ മകനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. അതിനുശേഷം ഞാൻ എന്താ കേട്ടത് വെച്ചാൽ, പോയിക്കൊണ്ടിരുന്ന ബസ് ഒരു പള്ളത്തിൽ വീണു എന്നും ഞാനും എൻ്റെ മൊത്ത കുടുംബവും മരിച്ചു പോയെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ആ ബസ്സിലുണ്ടായെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇന്ന് സന്തോഷമായിട്ടുണ്ട്. കാരണം എൻ്റെ കുടുംബം ഇന്ന് വളരെ സന്തോഷമായിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബം ഇപ്പോഴും സന്തോഷമായിട്ട് ഇല്ല അച്ഛാ. അതുമല്ലാതെ അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് ജാമുൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് നാണോ ഇല്ലേ? വായടക്കി നമൻ. ഒരു അച്ഛനോട് ഇങ്ങനെയാണോ മകൻ സംസാരിക്കുന്നത്? കുരൽ ഉയർത്തി സംസാരിക്കല്ലേ. ഇവിടെ നോക്കൂ സുകന്യ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബം വീണ്ടും തിരിച്ചു കിട്ടി. നീ വെച്ചിട്ട് പോയ ആ ജാമുൻ മരം ഇന്നത് വളർന്നു വലുതായി. ഞാനും അതിനെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. അതൊന്നും ഒരു സാധാരണ ജാമുൻ മരമല്ല. അതിൻ്റെ ഉള്ളിൽ കുറേ ശക്തികളുമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്താ ജാമുൻ മരം? അതുകൊണ്ട് എന്താ സംഭവിക്കുക? ആ ജാമുൻ മരം പല വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കനി തരിക. ആ ജാമുൻ മരത്തിന്റെ പഴം കഴിച്ചാൽ ജനങ്ങൾ സൂക്കേടില്ലാതെ നന്നായിട്ടുണ്ടാവും. അങ്ങനെ വെച്ചാൽ നമ്മൾ ഈ പാവപ്പെട്ട ജീവിതം അതിനെ കൊണ്ട് മാറ്റാൻ പറ്റുമല്ലോ. ഇവിടെ നോക്കുമോനെ, എൻ്റെ കുടുംബം കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശരി, നീ തന്നെ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ആ ജാമുൻ മരം പോയി നോക്കിയിട്ട് വാ. നമൻ തന്റെ അച്ഛനും അമ്മയോടൊപ്പം ചേർന്ന് ആ ജാമുൻ മരം ചെന്ന് കണ്ടു. അവിടെ വലിയൊരു ജാമുൻ മരം നിൽക്കുന്നത് അവൻ കണ്ടു. അത് കണ്ടതും തന്നെ അവൻ വളരെ സന്തോഷവാനായി. ആ മരം മുഴുവൻ ജാമുൻ കൊണ്ട് നിറഞ്ഞിരുന്നു. അമ്മേ, ഈ ജാമുൻ മരം വെച്ചിട്ട് നമ്മൾ കുറേ സൂക്കേടുള്ള ആൾക്കാരെ നമുക്ക് ഗുണപ്പെടുത്താൻ പറ്റുമേ? ഇവിടെ നോക്കുമോനെ, നിന്റെ ആലോചന വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങളൊക്കെ വളരെ പാവപ്പെട്ടവരാണ്, പണമില്ലാത്തവരാണ്. അവരെന്തായാലും ജാമുൻ വാങ്ങില്ല. നീ അതിനു വേണ്ടി വേറൊരു സൂത്രമാണ് ആലോചിക്കേണ്ടത്. അച്ഛാ, ഞാനെന്താ ഒരു ബിരിയാണി കട തുടങ്ങിയാലോ? ഇത് മലയുള്ള ഗ്രാമമാണ്. നമ്മൾ കുറച്ച് ദൂരത്ത് പോയി അവിടെ ഗ്രാമത്തിലേക്ക് പോവാം. നമ്മൾ അവിടെ പോയി നമ്മൾ ബിരിയാണീൻ്റെ കച്ചവടം തുടങ്ങിയേക്കാം. നിനക്ക് ധാരാളമായിട്ട് അങ്ങനെ ചെയ്യാം മോനെ, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. നമൻ ഒരു ബിരിയാണി കട ഓപ്പൺ ചെയ്തു. പിന്നെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് ചെന്ന് ബിരിയാണി വിൽക്കാൻ തുടങ്ങി. ബിരിയാണി, ചൂടുള്ള ബിരിയാണി. ഇത് കഴിച്ചാൽ നിങ്ങളുടെ മനസ്സ് തന്നെ മാറും. ബിരിയാണി, ചൂടുള്ള ബിരിയാണി. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ വില എത്രയാണെന്ന് പറയൂ. വെറും 50 റുപ്യേ ഉള്ളൂ ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട്. എന്റെ പൊന്നോ, ഇത് വളരെ കുറവായിട്ടുണ്ടല്ലോ. തന്നേക്ക്, എന്റെ കുടുംബം മൊത്തം 200 റുപ്യക്ക് തന്നേക്ക്. ശരി. ഇതുപോലെ നമന്റെ ബിരിയാണി വളരെ ഫേമസ് ആയി. ദിവസങ്ങളും കടന്നുപോയി. നമൻ കഠിന അധ്വാനത്തോടെ തന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ തന്റെ അച്ഛനെയും അമ്മയും അവൻ പൊന്നുപോലെ നോക്കുകയും ചെയ്തു. ഇത് കാരണം അവന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും വളരെ സന്തോഷന്മാരായി. അമ്മേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ താലിമാല നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട്, അതും സ്വർണത്തിൽ. വളരെ സന്തോഷം മോനെ. നീ ഇതുപോലെ വളർന്നുകൊണ്ടേയിരിക്കണം. പിന്നെ വിജയങ്ങൾ നേടണം. എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗ്രാമത്തലവൻ കരഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് വന്നു. ശങ്കർ, ശങ്കർ, പുറത്തേക്ക് വാ ശങ്കർ. എന്റെ ഗ്രാമത്തെ രക്ഷിക്കൂ, എന്റെ ഗ്രാമത്തെ രക്ഷിക്കൂ. വലിയ പ്രശ്നമായിട്ടുണ്ട്. കുറച്ച് സമാധാനത്തോടെ നിൽക്കൂ. എന്തായെന്ന് പറയൂ. അങ്ങനെ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ ഇങ്ങനെ പേടിച്ചിട്ട് ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഗ്രാമത്തിൽ വലിയ പ്രശ്നമായിട്ടുണ്ട്. ഗ്രാമത്തിലുള്ളവരെല്ലാവർക്കും സൂക്കേട് വന്നിട്ടുണ്ട്. ഗ്രാമത്തിൽ എല്ലാവർക്കും ഈ സൂക്കേട് വന്നതുകൊണ്ട് എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗ്രാമത്തിൽ പുറത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ആ സൂക്കേട് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ സൂക്കേടിനെ പറ്റി ഒരു വൈദ്യരുടെ അടുത്തോ ഇല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തോ പറഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രശ്നം കൊണ്ട് കുറെ പേര് പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? അച്ഛാ,
നമ്മൾ ഇവർക്കൊക്കെ ആ മായ ജാമുൻ വെച്ചിട്ട് സഹായിക്കാം. നമ്മൾ ആ ജാമുൻ ബിരിയാണിയിൽ കലർന്ന് എല്ലാവർക്കും അതിൽ കൊടുത്തേക്കാം. പെട്ടെന്ന് തന്നെ എല്ലാരും ശരിയാവും. ഈ അവസ്ഥയിൽ അവർക്ക് നമ്മൾ ജാമുൻ മാത്രം നൽകണം. ഇല്ലമ്മേ, നമ്മുടെ ഗ്രാമത്തിലെ ബിരിയാണി വളരെ ഫേമസ് ആണ്. ജാമുൻ ബിരിയാണി കഴിച്ചാൽ അവർക്ക് കാര്യം അറിയില്ല, പിന്നെ അവർക്ക് എല്ലാവർക്കും സൂക്കേടും പോയേക്കും. നമൻ പറയുന്നത് വളരെ ശരിയാണ് സുകന്യ, നമ്മൾ അതേപോലെ തന്നെ ചെയ്യാം. ഇത് നോക്കുമോനെ, നീ എന്തായാലും അവരെ ശരിയാക്ക്. നിനക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ തന്നേക്കാം. നമൻ ആ ജാമുൻ മരത്തിൽ നിന്നും ഒരുപാട് ജാമുനുകൾ പറിച്ചു. പിന്നെ ബിരിയാണി ചെയ്ത് അതിൽ ആ ജാമുനുകൾ ഇട്ടു. ഇപ്പോൾ നമ്മളുടെ മായ ജാമുൻ ബിരിയാണി തയ്യാറായി. നമനും ആ തലവനും ചേർന്ന് ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കെല്ലാം ജാമുൻ ബിരിയാണി നൽകി. എല്ലാരും നന്നായിട്ട് ജാമുൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നു. ആ ജാമുന്റെ മാന്ത്രികത കാരണം എല്ലാരും ഗുണം പ്രാപിക്കാൻ തുടങ്ങി. തലവർ ഇത് കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു. ഇവിടെ നോക്ക് നമൻ, നീ മാത്രം ഇന്നില്ലെങ്കിൽ ഞങ്ങളുടെ മുഴുവൻ ഗ്രാമവും നശിച്ചു പോയേനെ. നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് മോനെ, ഇതെന്റെ കടമയല്ലേ. ജാമുൻ ബിരിയാണി കഴിച്ചതും എല്ലാരും ഗുണം പ്രാപിച്ചു. പിന്നെ ഇക്കാര്യം എല്ലാരും അറിഞ്ഞു തുടങ്ങി. എല്ലാരും നമന്റെ കയ്യിൽ നിന്നും ജാമുൻ ബിരിയാണി വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ നമനെ അവർ പുകഴ്ത്താൻ തുടങ്ങി. നമന്റെ വീട്ടിലുള്ളവർ നമനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് സന്തോഷിച്ചു. പിന്നെ എല്ലാരും വളരെ സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. ബൗര ഗ്രാമത്തിൽ ഒരു ചെറിയ സ്കൂളുണ്ട്. അത് വളരെ വർഷം പഴയ സ്കൂളാണ്. ആ സ്കൂളിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കുട്ടികളിരിക്കുന്ന ബെഞ്ചൊക്കെ പൊട്ടിപ്പോയിരുന്നു. പിന്നെ അതിൽ കരപ്പാൻ പിടിച്ചിരുന്നു. ബ്ലാക്ക് ബോർഡൊക്കെ അഴുക്ക് പിടിച്ചിരുന്നു. മാത്രമല്ല മഴക്കാലത്ത് സ്കൂളിന്റെ ഓട്ടിൽ നിന്നും വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും. കുട്ടികളെ, വേഗം നിങ്ങളുടെ ഹോംവർക്ക് ചെക്ക് ചെയ്തോളൂ. കുറച്ചു സമയത്തിനകം മഴ പെയ്യാൻ പോവുകയാണ്. പിന്നെ നിങ്ങളുടെ ബുക്കൊക്കെ നനഞ്ഞു പോകും. മഴയിൽ ബുക്ക് നനഞ്ഞു പോകുമെന്നുള്ള പേടിയിൽ സ്റ്റുഡൻസ് എല്ലാം അവരുടെ ഹോംവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ടീച്ചറിന് അടുത്തേക്ക് ചെന്നു. ടീച്ചർ കുട്ടികളുടെ ഹോംവർക്ക് ചെക്ക് ചെയ്തു. പിന്നെ അവർക്ക് പുതിയ ഹോംവർക്ക് നൽകി വീട്ടിലേക്ക് അയച്ചു. ശരി കുട്ടികളെ, നാളെ വരുമ്പോൾ എല്ലാരും ഹോംവർക്ക് ചെയ്തിട്ട് വരൂ. പിന്നെ ഇപ്പോ നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോകൂ. ആരും പോകുന്ന വഴിയിൽ എവിടേക്ക് ചുറ്റാൻ പോകരുത്, മനസ്സിലായോ? കാരണം വലിയ മഴ പെയ്യാൻ പോവുകയാണ്. പിന്നെ ഈ മഴയിൽ നനഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം പിടിക്കും, മനസ്സിലായോ? ശരി മാഡം, ഞങ്ങൾ സ്കൂളിൽ നിന്നും നേരെ വീട്ടിലേക്ക് പോകാം. കുട്ടികൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. അവർ പോയതിനു ശേഷം മാഡമും സ്കൂളിലെ ജനൽ കതക് എല്ലാം മൂടിയിട്ട് പൂട്ടും ഇട്ടു. പിന്നീട് അവർ വീട്ടിലേക്ക് പോയി. എല്ലാരും പോയതിനു ശേഷം നല്ല മഴ പെയ്തു. പിന്നെ കൂടെ തന്നെ മിന്നലും പുയലും ഒക്കെ വന്നു. വേഗത്തിൽ കാറ്റ് വീശതുകൊണ്ട് സ്കൂൾ ഇടിഞ്ഞു താഴേക്ക് വീണു. അടുത്ത ദിവസം മാഡം സ്കൂളിലേക്ക് വന്നപ്പോൾ സ്കൂൾ മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് അവർ കണ്ടു. പോയോ, ഇതൊന്നും കാണാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ അങ്ങനെയെന്ന് ഞങ്ങളും ഈ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്ത് ചെയ്യാനാ, ഇനി അതും ഇല്ല. ഇനി കുട്ടികളെ എങ്ങനെയാ പഠിപ്പിക്കുക? ടീച്ചർ ഗ്രാമത്തലവനെ കാണാൻ ചെന്നു. അദ്ദേഹത്തോട് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. തലവർ സാറേ, കൊടുങ്കാറ്റ് വീശതുകൊണ്ട് ഞങ്ങളുടെ സ്കൂൾ മൊത്തം ഇടിഞ്ഞുപോയി. ഇപ്പോ സ്കൂൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പുതിയൊരു ബിൽഡിംഗ് വേണം. നിങ്ങളെ കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് ഇത്ര വലിയ ബിൽഡിംഗ് കെട്ടാനുള്ള കാശ് എന്റെ കയ്യിൽ ഇല്ലല്ലോ. നമുക്ക് ഗവൺമെന്റിന്റെ അടുത്ത് സ്കൂൾ കെട്ടിത്തരാൻ വേണ്ടി ഒരു ലെറ്റർ എഴുതി കൊടുത്താലോ? നിങ്ങളൊരു ലെറ്റർ എഴുതി തരൂ. ഞാൻ അതിലൊരു സൈൻ ഇട്ട് തന്നിട്ട് ഒരു ഗവൺമെന്റ് ഓഫീസറെ കണ്ടിട്ട് നമ്മളെ സ്കൂളും ശരിയാക്കാൻ പറ്റുമല്ലോ. എന്താ? ടീച്ചർ സ്കൂൾ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി ഒരു അപ്ലിക്കേഷൻ എഴുതി തലവന്റെ കയ്യിൽ നൽകി. തലവൻ അതിൽ സീലടിച്ച് അടുത്തുണ്ടായിരുന്ന സർക്കാർ സ്ഥാപനത്തിൽ കൊണ്ടെത്തിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു സർക്കാർ എഞ്ചിനീയർ സ്കൂൾ വരപടം എടുത്തുകൊണ്ട് സ്കൂളിന്റെ സ്ഥലം കാണാനായി അവിടേക്ക് വന്നു. ഇതാ മാഡം, ഞാൻ പുതു സ്കൂൾ കെട്ടാനുള്ള ഓർഡർ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇന്നൊരു കോപ്പി ഓഫീസിൽ ഭദ്രമായിട്ട് വെച്ചോളാം. ഗവൺമെന്റ് അടുത്തുനിന്ന് ഇത് എപ്പോ പാസ്സാവുന്നുണ്ടോ പുതിയ സ്കൂൾ കെട്ടാനുള്ള പണിയും തുടങ്ങിയേക്കും. ടീച്ചറിന് പുതിയ സ്കൂളിന്റെ ചിത്രം നൽകിയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്നും പോയി. പിന്നെ സർക്കാർ സ്ഥാപനത്തിന് സ്കൂളിന്റെ വരപടം നൽകി. പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥൻ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധയും ചെലുത്തിയില്ല. പിന്നെ ദിവസങ്ങൾ കടന്നുപോയതിനു ശേഷവും സ്കൂൾ കെട്ടാനുള്ള ഒരു നടപടിയും എടുത്തില്ല. പല മാസങ്ങളായി കാത്തിരിക്കുന്നു. 1 വർഷം ആകാൻ പോകുന്നു. ഇതുവരെ സ്കൂൾ ഉണ്ടാക്കാനുള്ള ഒരു ആലോചനയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സർക്കാർ നമ്മുടെ ഗ്രാമത്തിന് സ്കൂൾ ഉണ്ടാക്കി തരുന്ന ഒരു വിശ്വാസവുമില്ല. ടീച്ചർ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി ആ എഞ്ചിനീയറെ തേടി ചെന്നു. വരൂ മാഡം, ഇരിക്കൂ. ഞാൻ തന്നെ നിങ്ങൾ കാണുമെന്ന് വിചാരിച്ചതാണ്. സർ, അത് പിന്നെ ഞങ്ങളുടെ സ്കൂൾ കെട്ടാനുള്ള ജോലി എന്നാ തുടങ്ങുന്നത്?
വർഷം 1 കടന്നുപോയി. കുട്ടികളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറില്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറയാനാ മാഡം? ഞാൻ അന്ന് തന്നെ ബ്ലൂ പ്രിന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അതും പാസ്സായിട്ട് വന്നു. ഗവൺമെന്റ് സൈഡിൽ നിന്ന് നിങ്ങളുടെ സ്കൂൾ കെട്ടാനുള്ള ബഡ്ജറ്റ് വന്നിട്ടുണ്ടല്ലേ? ആ ബഡ്ജറ്റിലുള്ള മൊത്ത കാശും അയാൾ ഓഫീസർ കഴിച്ചു. പിന്നെ അയാൾ റിപ്പോർട്ടും ചെയ്തു നിങ്ങളുടെ സ്കൂൾ കെട്ടിക്കഴിഞ്ഞെന്ന്. അതെയോ? ഇതാണോ കാര്യം? സർക്കാർ ഉദ്യോഗസ്ഥന് മേലിൽ ഇനി മുതൽ എങ്ങനെ വിശ്വസിക്കാനാണ്? ഇതുപോലെയുള്ള ആളുകൾ കുട്ടികളുടെ ഭാവി പോലും വിട്ടുവെക്കുന്നില്ല. കുട്ടികളുടെ സ്കൂളിന്റെ കാശെങ്കിലും വിട്ടുവെക്കാമല്ലോ. പാവം ആ കുട്ടികൾക്കൊരു നല്ലതെങ്കിലും ഉണ്ടാവുമല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കാണ് മാഡം. നിങ്ങൾ സ്കൂൾ പിള്ളേരുടെ ലൈഫിനെ നാശമായി. പക്ഷെ ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ ജോലി മര്യാദയായിട്ടാണ് ചെയ്തത്. ഇല്ല സാറേ, ഞാൻ അത്ര പെട്ടെന്ന് കുട്ടികളുടെ ഭാവി നശിക്കാൻ സമ്മതിക്കുന്നതല്ല. മനസ്സിലായോ? സ്കൂൾ ബിൽഡിംഗ് കെട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ മരത്തണലിൽ കുട്ടികൾക്ക് പഠിത്തം പറഞ്ഞു കൊടുക്കും. അവരുടെ പഠിത്തം അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അടുത്ത ദിവസം മുതൽ ടീച്ചർ എല്ലാരെയും ഒരു മരത്തണലിൽ ഇരുത്തി പാഠം പഠിപ്പിച്ചു. കുട്ടികൾ എല്ലാരും ഇങ്ങനത്തെ ക്ലാസ്സിൽ വളരെ സന്തോഷിച്ചു. പക്ഷെ പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ കുട്ടികൾ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ടും അങ്ങോട്ടും ഓടാൻ തുടങ്ങി. അല്ല, എങ്ങോട്ടാ ഓടുന്നേ? സൂക്ഷിച്ച് പതുക്കെ, മഴയിൽ എങ്ങാനും വീണു പോകും. കുറച്ചു കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയിൽ കയറിയിരുന്നു. മാഡമും ആ ഓട്ടോയിൽ കയറിയിരുന്നു. പിന്നെ മുൻപിലുള്ള ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കുട്ടികൾക്ക് പാഠം പറഞ്ഞു കൊടുത്തു. നമുക്കൊരു നല്ല സ്ഥലം കിട്ടി കുട്ടികളെ. നമുക്ക് ഇവിടെ ഇരുന്നു പോലും നന്നായിട്ട് പഠിക്കാം. പക്ഷെ മാഡം, ഈ ഓട്ടോയിൽ ഞങ്ങൾ 4 പേര് മാത്രമല്ലേ പഠിക്കാൻ പറ്റൂ? ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങനെ പഠിക്കാനാണെന്ന് പറയൂ. ഇക്കാര്യത്തെ കുറിച്ച് നമ്മൾ അല്പം ആലോചിക്കണം. ഞാൻ അതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കാം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ലെസൺ കംപ്ലീറ്റ് ചെയ്യൂ. എന്നിട്ട് വീട്ടിലേക്ക് പോകൂ. ഞാൻ നാളെ പുതിയ സ്കൂളിലേക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാം. കുട്ടികളെല്ലാരും പോയതിനു ശേഷം മാഡം ഒരു ഓട്ടോ മെക്കാനിക്കിനടുത്തേക്ക് ചെന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരു വലിയ സ്കൂൾ കെട്ടണം. നിങ്ങളെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഞാനൊരു റിക്ഷ മെക്കാനിക്കാണ് മാഡം. ഞാൻ ബിൽഡിംഗ് കെട്ടുന്ന എഞ്ചിനീയർ ഒന്നല്ലല്ലോ. ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് സ്കൂൾ കെട്ടി തരിക? എനിക്ക് ആട്ടോയിലാണ് സ്കൂൾ കെട്ടേണ്ടത്, കല്ലുകൊണ്ടല്ല. അതുകൊണ്ടാണ് നിങ്ങളെ തേടി ഞാൻ വന്നത്. റിക്ഷയില് സ്കൂളോ? അത് എങ്ങനെയാണ്? ഞാൻ ഇതുവരെ റിക്ഷയില് സ്കൂള് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. മാഡം, ഞാനൊരു പാവപ്പെട്ടവനാണ്. നിങ്ങളിപ്പോഴും എന്തിനാ എൻ്റെ അടുത്ത് തമാശ ചെയ്യുന്നത്? ഒരുപക്ഷെ ഇത് തമാശയില്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞതാ. റിക്ഷ സ്കൂള് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കൂ, ഒരുപാട് ദിവസമായി അവിടെ ഒരുപാട് റിപ്പയർ ആയ ഓട്ടോകളുണ്ട്. അതെല്ലാം ഒന്നിച്ചു ചേർത്ത് നിങ്ങൾക്കൊരു സ്കൂൾ ഉണ്ടാക്കി തരാൻ സാധിക്കുമോ? അതിൽ എന്റെ സ്റ്റുഡൻസ് എല്ലാം ഒന്നിച്ചു ചേർന്ന് പഠിക്കണം. അത് സാധിക്കുമോ? അങ്ങനെയാണോ? അപ്പൊ ഇതാണോ കാര്യം? നിങ്ങൾ എന്താ ഇതിനു മുമ്പ് എന്നെ പറയാത്തത്? ഇതൊക്കെ ഞാൻ വളരെ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്യും. നിങ്ങൾ എന്റെ ജോലി മാത്രം നോക്കിക്കോളൂ. ഞാൻ എല്ലാ റിപ്പയർ ആയ റിക്ഷയും ചേർത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന നിങ്ങൾ കാര്യം കണ്ടിട്ടേ നിങ്ങൾ എന്നെ അതിശയപ്പെടും. ഇപ്പോ ആ മെക്കാനിക് റിപ്പയർ ആയ എല്ലാ ഓട്ടോകളും ഒരേ സ്ഥലത്ത് ഒന്നിച്ചു വെച്ചു. പിന്നെ അത് ബിൽഡിംഗ് പോലെ ഒന്നിച്ചാക്കി. ഇതാ മാഡം, നിങ്ങൾ കണ്ടിരിക്കുന്നത് ഈ റിക്ഷ സ്കൂൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ പഠിക്കാൻ വേണ്ടി ബ്ലാക്ക് ബോർഡും ഞാൻ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് നന്ദി. ഇതിന് എത്രയാണോ ചിലവായത് ആ ബില്ല് എന്റെ കയ്യിൽ നിങ്ങൾ നൽകൂ. എന്താ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ കുട്ടികളുടെ എതിർകാലത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുകയാണ്. ഞാൻ ഈ ജോലി പോലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരില്ലേ? അതുമാത്രല്ലാതെ എന്റെ മകൾ സുധയും നിങ്ങളല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ശരി, എന്നാ ഞാൻ പോട്ടെ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് സമയമായി. ഇപ്പോ ടീച്ചർ ആട്ടോ സ്കൂൾ സീറ്റിലിരുന്ന് ആ വണ്ടി ഓട്ടിക്കാൻ തുടങ്ങി. ഓരോ കുട്ടികളുടെ വീട്ടിലായിട്ട് ചെന്ന് അവരെ പിക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ലേഡി ഓട്ടോ ഓട്ടിക്കുന്നത് കണ്ട് ജനങ്ങൾ അവരെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ ടീച്ചർ അവർ സംസാരിക്കുന്നതൊന്നും കേട്ടില്ല. എടാ, ഇത് കണ്ടില്ലേ? ഒരു പെണ്ണ് റിക്ഷ ഓട്ടിക്കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ ടീച്ചർ എല്ലാ സ്റ്റുഡൻസിനെയും അവരുടെ വീട്ടിൽ നിന്നും പിക്ക് ചെയ്തു. പിന്നെ എല്ലാ സ്റ്റുഡൻസിനും ഓട്ടോ സ്കൂളിനകത്ത് പാഠം പറഞ്ഞു കൊടുത്തു. പിന്നെ സ്കൂൾ കഴിഞ്ഞതും എല്ലാ കുട്ടികളെയും ഡ്രോപ്പ് ചെയ്തു. കുട്ടികളൊക്കെ നന്നായിട്ട് പഠിച്ചു. അങ്ങനെ അവർ എക്സാമിൽ ടോപ്പ് വന്നു. ഇത് നോക്കൂ കുട്ടികളെ, നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. എല്ലാരും ടോപ്പായിട്ട് വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇക്കാര്യം എല്ലാരും അറിഞ്ഞു തുടങ്ങി. ഒരു ടീച്ചർ സ്കൂൾ ഇല്ലാത്ത കാരണം കൊണ്ട് ഓട്ടോയിൽ ചുറ്റി കുട്ടികളെ പഠിപ്പിക്കുന്നു. സർക്കാരിന്റെ ചെവിയിൽ ഇക്കാര്യം അറിഞ്ഞതും സർക്കാർ ആ പറ്റിപ്പുകാരനായ ഓഫീസറെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. അദ്ദേഹമാണ് അവരെ പറ്റിച്ചത്. പിന്നെ ആ നല്ല ടീച്ചറിന് അവാർഡ് നൽകി പ്രശംസിച്ചു.